ഹായ്, ഇറ്റ്സ് മീ ഷെല്യാസ് ഫ്രോം കോഡ് ഡിസൈൻ. അപ്പോൾ കസ്റ്റമറുടെ ഐറ്റം കസ്റ്റമൈസ് ചെയ്ത ഐറ്റം കാണിക്കാണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ. 2 പീസാണ് ഇന്ന് കാണിക്കുന്നത്. രണ്ടും കുറച്ച് ഒന്ന് നല്ല ഗ്രാൻഡായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഗ്രാൻഡ് എന്ന് പറയുമ്പോൾ ഒരു സിമ്പിൾ ആൻഡ് ഒരു സ്റ്റാൻഡേർഡായിട്ട് അങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ആക്ച്വലി ഫസ്റ്റ് ആ കസ്റ്റമർ ആദ്യം ഇത് കാണിക്കുമല്ലേ. ഫസ്റ്റ് വേണ്ട ഞാൻ കാണിക്കാൻ പോണ ഒരു എന്താ പറയുക, ഒരു ടാൻ ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു സാൻഡ് കളർ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. അതിലേക്ക് ഒരു മെറൂൺ കളർ ഹൈലൈറ്റ് കൊടുത്തിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ക്രേപ്പ് ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ. അതിൽ ഇങ്ങനെ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടാണ് ഡൈ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ ഒരു ഷെയ്ഡ്. അതിലേക്ക് മെറൂൺ കളറും അതുപോലെ തന്നെ സിൽവർ ഷെയ്ഡിലും ഈ സെയിം ടോൺ ഷെയ്ഡിലും കൂടെ വരുന്ന ബീഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. കുട്ടിക്ക് ഈ ഒരു ഷെയ്ഡാണ്, കുട്ടിയുടെ ക്ലാസ്മേറ്റിൻ്റെ ഫംഗ്ഷനാണ്, കല്യാണമാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഡ്രസ്സാണ് ഇടുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കിയത്. ബോട്ടം ജാം കോട്ടണിലാണ് ചെയ്തിട്ടുള്ളത്. ബോട്ടത്തിൻ്റെ താഴ്ഭാഗത്തും സിമ്പിളായിട്ടൊരു സ്പ്രെഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ദുപ്പട്ടയിൽ ഒരു സ്കാലപ്പ് ആയിട്ടുള്ളൊരു ബോർഡറും കൂടെ ഇതിനോട് മാച്ചിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓവറോൾ ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് ഒരു 7 ആ ഒരു 6 ആ ഒരു റേഞ്ചാണ് വരുന്നത്. നമുക്കൊരു 5 റേഞ്ചും ചെയ്യാം. മെറ്റീരിയൽ ഡിഫറൻസ് വരും. ഫോക്സ് ജോർജറ്റ് മെറ്റീരിയലൊക്കെ ആയിരിക്കും വരിക കേട്ടോ. അപ്പോൾ ഈ ഒരു നമുക്കൊരു പെർട്ടിക്കുലർ കളർ കിട്ടണം എന്നുള്ളത് ഉണ്ടാവില്ല. നമുക്ക് അവൈലബിൾ കളറിൽ ചെയ്യേണ്ടി വരും. പിന്നെ ഡിസൈനിലും ചെറിയ ചേഞ്ചസ് വരും കേട്ടോ. ഓക്കെ, ഇതിൻ്റെ സ്ലീവ് വർക്ക് കണ്ടില്ലേ, നല്ല വർക്കാണ് വരുന്നത് കേട്ടോ. നല്ല ഷൈനിങ് ആയിട്ടുള്ള, നിങ്ങൾക്ക് സ്ലീവ് ഫുള്ളായിട്ട് വർക്ക് ചെയ്തിട്ടൊക്കെ അങ്ങനെ ചെയ്യാം കേട്ടോ. ഒന്നുകൂടെ ഗ്രാൻഡൊക്കെ ആക്കാം. അങ്ങനെ ചെയ്യണമെങ്കിലും ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു ലിനൻ സാറ്റിനിൽ വരുന്ന മെറ്റീരിയലാണ്. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഒരു ഇലക്ട്രിക് ബ്ലൂ ഷെയ്ഡിൽ വരുന്നതാണ്. അത് ഒരു റോയൽ ബ്ലൂ ഒക്കെ മിക്സ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. അതിലേക്ക് ഈ ഒരു കസ്റ്റമർ ഇപ്പോൾ അടുത്തിടെയായിട്ട് എന്നെ നന്നായി കോൺടാക്റ്റ് ഉള്ള ഒരു കസ്റ്റമറാണ്. നന്നായിട്ട് എപ്പോഴും കോൾ ചെയ്യുന്നത് ഇതാക്കണം. അപ്പോൾ ആൾക്ക് കുറച്ച് നല്ല ടേസ്റ്റുള്ള ഒരു കൂട്ടത്തിലാണ്. ടേസ്റ്റുള്ള കൂടെ വെച്ചാൽ ആൾക്ക് ഭയങ്കര ഗ്രാൻഡ് ആവാൻ പാടില്ല, സിമ്പിളായിരിക്കണം. ഇന്ന് കാണുമ്പോൾ നല്ല ഒരു എലഗൻറ്റ് ലുക്ക് വരണം, അങ്ങനത്തെ ഒരു ഇത്. അപ്പോൾ എനിക്ക് ആളുടെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ആളെ വിളിച്ച് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു ബ്ലൂവിൽ, ഇലക്ട്രിക് ബ്ലൂവിൽ ഒരു പീകോക്ക് ഒരു ബ്ലൂ ത്രെഡ് വെച്ചിട്ടാണ്, സിൽക്ക് ത്രെഡും അതുപോലെ തന്നെ ഒരു മെറ്റാലിക് ഷെയ്ഡിലുള്ള കട്ട് ബീഡ്സുമാണ് യൂസ് ചെയ്തത്. നെക്ക് വീനെക്കാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഷോൾഡറിന് റൈറ്റ് ഷോൾഡറിൻ്റെ സെയിം വർക്ക് തന്നെ റൈറ്റ് ഷോൾഡറിൽ ബാക്ക് പോർഷനിലും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് ഏരിയയിലും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നമ്മൾ ഇവിടെയും കാണും, ഈ ഒരു ഏരിയയിലും വർക്ക് കാണും. സ്ലീവ് സിമ്പിളായിട്ടാണ്, കാരണം ഷോൾ കുറച്ച് ഗ്രാൻഡായിട്ട് ചെയ്തിട്ടുണ്ട്. ഷോൾ കവർ ചെയ്തിരുന്ന ആളാണ്, സൗണ്ട് ഫുള്ളായും. അപ്പോൾ സ്ലീവിന് താഴ്ഭാഗത്ത് ചെറുതായിട്ടൊരു വർക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ വർക്ക് ചെയ്തിട്ടുള്ളത് നമ്മളെ സ്ലിറ്റിൻ്റെ റൈറ്റ് സൈഡിലാണ്. നമ്മൾ ഇവിടെ സ്ലിറ്റിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, അവിടെ റൈറ്റ് സൈഡിൽ ഫുൾ നമ്മൾ എത്ര വർക്ക് ചെയ്തിട്ടുണ്ടോ വർക്കിനൊക്കെ ഔട്ട്ലൈൻ ചെയ്തിട്ട് ത്രെഡ് കൊണ്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലിറ്റിൻ്റെ ഏരിയ ഒക്കെ ഫുൾ 3 സൈഡ് കണ്ട, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മൊത്തം കണ്ട. പിന്നെ അതുപോലെ തന്നെ സ്ലിറ്റിൻ്റെ ലെഫ്റ്റ് പോർഷനിൽ നമ്മൾ റൈറ്റ് സ്ലിറ്റിൻ്റെ ഏരിയയിൽ കൊടുത്തു, ലെഫ്റ്റ് ലോവർ പാർട്ടിലും കൊടുത്തു. അങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്ക് ഏരിയയിലേക്കും സ്ലിറ്റിൻ്റെ ഏരിയയിൽ വർക്ക് വരുന്നുണ്ട് കേട്ടോ. കുറച്ച് ഗ്രാൻഡാണ് ഐറ്റം വരുന്നത്. ഇങ്ങനെയാണ് കേട്ടോ. മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ്. മെറ്റീരിയൽ വരുന്നത് ലിനൻ സാറ്റിനിലാണ്. ഈ കളർ ഡൈ ചെയ്തിട്ടുള്ളതാണ്. ഫസ്റ്റ് ഞങ്ങൾ ഡബിൾ ഷെയ്ഡ് ചെയ്തിട്ടാണ് ചെയ്തത്. ഡബിൾ ഷെയ്ഡിൻ്റെ റെഫറൻസാണ് എനിക്ക് ഫോട്ടോ തന്നിട്ടാ. ഈ ഒരു പീക്കോ കളർ അപ്പർ പോർഷനിലും പിന്നെ ഡൗണിലേക്ക് ഈ ഒരു കളർ, അങ്ങനെയാണ് ഫസ്റ്റ് ചെയ്തത്. പിന്നെ അത് ബ്ലീച്ച് ചെയ്തിട്ട് ഈ ഒരു സിംഗിൾ ഷെയ്ഡിലേക്ക് ആക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് എനിക്ക് തോന്നി ഡബിൾ ഷെയ്ഡിനേക്കാളും ഒന്നും കൂടെ ഗ്രാൻഡ് ലുക്ക് ഈ ഒരു വർക്കിന് വന്നത് സിംഗിൾ ഷെയ്ഡ് ചെയ്തുകൊണ്ടാണ്. പിന്നെ ആൾ നമ്മുടെ ഷിബോരി പ്രിന്റിലുള്ള ഈ ഒരു കോമ്പിനേഷനിൽ വരുന്ന ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഷെയ്ഡ് എനിക്ക് നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിലേക്ക് സിംഗിൾ ഷെയ്ഡിലേക്ക് കൊണ്ടുവരിക ചെയ്തത് കേട്ടോ. പിന്നെ ബോട്ടം അങ്ങനെ ഒന്നും ചെയ്തില്ല. റെഫറൻസിൽ ബോട്ടത്തിന് വർക്ക് ഉണ്ടായിരുന്നു, പക്ഷേ ഇയാൾക്ക് വർക്ക് വേണ്ട എന്ന് പറഞ്ഞു. അതുപോലെ ദുപ്പട്ട കുറച്ച് ഗ്രാൻഡാണ്, ഹെവി ആയിട്ടുള്ള ദുപ്പട്ടയാണ്. 4 സൈഡിൽ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മൾ സ്റ്റിച്ചിൻ്റെ ഏരിയയിൽ കൊടുത്തില്ലേ അതുപോലെ വർക്ക്, മിററും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വർക്ക് 4 സൈഡിലും ചെയ്തിട്ടുണ്ട്. ബോഡി ഓൾ ഓവർ സ്പ്രെഡിങ് ആണ്. അത്യാവശ്യം ദിവസം നീണ്ടു നിന്ന വർക്കാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു 10 ദിവസത്തെ ഒരാളുടെ വർക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. 10 അല്ല 12 13 ദിവസത്തെ വർക്ക് വരുന്നുണ്ട് ഒരാളുടെ കേട്ടോ. അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്കാണ്. നോക്കിയൊക്കെ കണ്ട, ഫുൾ ഇങ്ങനെ ആക്കിയിട്ടൊക്കെ. ഇതിൽ ഒന്ന് സൂം ചെയ്ത് ജസ്റ്റ് ആ ഓരോ വർക്കും കണ്ട, ഫുൾ ത്രെഡ് വെച്ചിട്ട് ഔട്ട്ലൈനും കൂടെ ചെയ്തിട്ടുണ്ട്. കണ്ട, ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ളത് നല്ലൊരു ഷെയ്ഡാണ്. ഏത് കളറിലും കോമ്പിനേഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. കോസ്റ്റ് എന്തായാലും ഈ ഒരു ഐറ്റത്തിൻ്റെ കോസ്റ്റ് എന്തായാലും ഒരു 15 എബോവ് വരും കേട്ടോ. 15 എബോവ് കോസ്റ്റ് വരുന്നുണ്ട്. 15 to 22 ആ ഒരു റേഞ്ചിലാണ് വരിക. വെച്ചാൽ അത്രയും ഡീറ്റെയിൽ വർക്കാണ്. കാണുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഫീൽ ചെയ്യും, പക്ഷെ അങ്ങനെയാണ് കോസ്റ്റ്. എന്തായാലും 15 എബോവ് കോസ്റ്റ് വരുന്നുണ്ട്. നമുക്ക് ഏത് റേഞ്ചിലേക്ക് വേണമെങ്കിലും കൺവേർട്ട് 10ലേക്ക് ആക്കണേ അങ്ങനെ ചെയ്യാം. അപ്പോൾ വെച്ചിട്ട് എന്ത് വരും, അതിൻ്റെ ഡിസൈനിൽ വേരിയേഷൻ വരും കേട്ടോ.
അപ്പോൾ ഇതൊക്കെ ഹാൻഡ് വർക്കാണ്, സിംഗിൾ പീസാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അതിന് കൂടുതൽ പ്രൊഡക്ഷൻ ആകുമ്പോൾ അതിനനുസരിച്ച് കോസ്റ്റ് ഡിഫറൻസ് കുറവ് വരും കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ഡിസൈൻ വരാം. അതിലേക്ക് ബൈ.